നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നോമ്പിന് പറ്റിയ നല്ല അടിപൊളി ഒരു തരിക്കഞ്ഞിയാണ്. എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു വെറൈറ്റി ആയ തരിക്കഞ്ഞി. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എങ്ങനെ നല്ലൊരു തരിക്കഞ്ഞി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരി ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി. അപ്പോൾ മുന്തിരി ഒന്ന് വീർത്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരു 100 ഗ്രാം സേമിയം എടുത്തിട്ടുണ്ട്, പൊടിച്ചെടുത്തതാണ്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്കിതൊന്ന് നല്ല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തരിക്കഞ്ഞിയിൽ സേമിയം ചേർക്കാതെയും തരിക്കഞ്ഞി ഉണ്ടാക്കാം. ഇങ്ങനെ സേമിയം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഗോൾഡൻ കളർ വരുന്നവരെ നമുക്കൊന്ന് ഇതേപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നെയ്യിൽ കിടന്ന റവയും കൂടി ഒന്നങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ആവും അതിന്. അപ്പം നെയ്യിലൊന്ന് ഇതേപോലെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ റവ. തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ സേമിയം കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. വെറൈറ്റി ഒരു തരിക്കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു തരിക്കഞ്ഞിയാണ് ഉണ്ടത്. അപ്പോൾ ഇതിന് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. തരിപ്പായസം, അതേപോലെ തരി കാച്ചിയത്, അങ്ങനെ 3-4 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ തരിക്കഞ്ഞി എന്നാണ് പറയല്. അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സംഗതി ആയിട്ടുണ്ട്. റവൊക്കെ ഒന്ന് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 250 മില്ലി വെള്ളം ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടി ഇടാം കേട്ടോ പഞ്ചസാര. ഇതിന് പാകത്തിനുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ കുറുകി കിട്ടുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തരിക്കഞ്ഞി നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്ര കുറുക്കാൻ ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ചൂടുവെള്ളമാണ് പറയുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറുക്കാണ് പാകം കേട്ടോ. ഇപ്പോൾ സംഗതി വെന്ത് വന്നിട്ടുണ്ട്. റവയും സേമിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. ഒന്ന് ഏലക്കായി ഒന്ന് പൊടിഞ്ഞ് കിട്ടാനേ ഇതിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോട് കൂടി ഇതേപോലെ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. ചിലവരിതിൽ
ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് മൂപ്പിച്ച് പാറലുണ്ട്. അങ്ങനെ പറഞ്ഞവർക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്യണില്ല കേട്ടോ. നമുക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടോ. അപ്പോൾ ഇത് ഈ ഒരു ലൂസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ, ഈ ഒരു പരുവത്തിന്. അപ്പോൾ ഇത് ഇരിക്കും തോറും കുറച്ച് കുറുകി വരും കേട്ടോ. ലൂസാക്കണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം പാർന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.